പരീക്ഷാ ക്രമീകരണത്തിൽ പഴയ കാലവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട്. ഒരു ബുധനാഴ്ച തുടങ്ങി അടുത്ത ബുധനാഴ്ച വരെ നടക്കുന്ന പരീക്ഷാ സമ്പ്രദായമായിരുന്നു പഴയ കാലത്തേത്. 6 ദിവസവും 2 നേരം പരീക്ഷയുമായി ശ്വാസം പിടിച്ചുള്ള നെട്ടോട്ടമായിരുന്നു പഴയകാല പരീക്ഷകളൊക്കെ. കണക്ക് 1-ാം പേപ്പർ രാവിലെയും 2-ാം പേപ്പർ ഉച്ച കഴിഞ്ഞും എഴുതേണ്ടി വന്നിട്ടുള്ള ഒരു പരീക്ഷാകാലമായിരുന്നു അന്നത്തേത്. ഇപ്പോഴിതാ ഈ വർഷത്തെ പരീക്ഷാ ദിവസങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. 10ാം ക്ലാസ്, ഹയർ സെക്കൻഡറി മാതൃപരീക്ഷകളെല്ലാം കഴിയുകയും ചെയ്തു. മാർച്ച് 3-നാണ് പൊതുപരീക്ഷകൾ തുടങ്ങുന്നത്. പരീക്ഷാ ചൂട്, പരീക്ഷാ പനി, പരീക്ഷാ പേടി ഇങ്ങനെ തുടങ്ങി യുദ്ധസമാനമായ രീതിയിലാണ് പരീക്ഷയെ മുമ്പ് പറയാറുള്ളത്. എന്നാൽ കൂടുതൽ വിദ്യാർത്ഥി സൗഹൃദ മൂല്യനിർണ്ണയ സമ്പ്രദായങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പരീക്ഷകളെ ഓട്ടപ്പന്തയമാക്കി മാറ്റിയിരുന്ന റാങ്ക് സമ്പ്രദായം 2004-ലായിരുന്നു നിർത്തലാക്കിയിരുന്നത്. 2007-ൽ മറ്റു ചില അടിസ്ഥാന മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. പരീക്ഷകളുടെ എണ്ണം 13-ൽ നിന്ന് 10 കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഗ്രേഡ് സമ്പ്രദായം, മിനിമം ഗ്രേഡ് ഇല്ലാത്തവർക്കായി സേ പരീക്ഷയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ആത്മവിശ്വാസത്തോടെ ചോദ്യക്കടലാസിനെ സമീപിക്കുന്നതിന് 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം വരെ ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് എഴുത്തു പരീക്ഷകളുടെ എണ്ണം 9 കുറഞ്ഞു. പരീക്ഷകളെല്ലാം ഒരു നേരമാക്കുകയും ഇടയിൽ കൂടുതൽ പഠന ദിവസങ്ങൾ ലഭിക്കുകയും ചെയ്യുകയുണ്ടായി. ഒരു വർഷത്തെ വിദ്യാർത്ഥികളുടെ പുരോഗതിയെ അനുക്രമമായി വിലയിരുത്തുന്ന നിരന്തര മൂല്യനിർണ്ണയ മാർക്ക്, അതായത് സി മാർക്ക് കൂടി എഴുത്തു പരീക്ഷയുടെ മാർക്കിനൊപ്പം ഇപ്പോൾ പരിഗണിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെ പാഠ്യപദ്ധതി, പഠനരീതി ശാസ്ത്രം, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങി കാര്യങ്ങളിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കിയെടുത്ത പുരോഗതിക്കൊപ്പം തന്നെ മൂല്യനിർണ്ണയ പ്രക്രിയയിലും ശാസ്ത്രീയ സമീപനം പുലർത്താൻ വലിയ രീതിയിൽ ജാഗ്രത കാണിച്ചിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി പരീക്ഷകളെ സംബന്ധിച്ച് ഒരു അടിസ്ഥാന മാറ്റം കൂടി ഉൾക്കൊള്ളുന്നുണ്ട്. ഓരോ വിഷയത്തിലും വിജയിക്കുന്നതിനുള്ള നിശ്ചിത മാർക്ക് സബ്ജക്റ്റ് മിനിമം സമ്പ്രദായം ഈ വർഷം 8ാം ക്ലാസ് മുതൽ നടപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് 9-ലും 10-ലും ഇത് നിലവിൽ വരികയും ചെയ്യും. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, നിശ്ചിത മാർക്ക് ലഭിക്കാത്ത വിഷയങ്ങളിൽ അധിക ക്ലാസുകൾ നൽകി വീണ്ടും പരീക്ഷ എഴുതാനുള്ള അവസരം കുട്ടികൾക്ക് ലഭിക്കും. കേവലമായ ജയം അല്ലെങ്കിൽ തോൽവി എന്നതല്ല, മറിച്ച് അടിസ്ഥാനപരമായ ഗുണനിലവാരത്തിന്റെ ഒരു അളവുകോൽ പഠനരക്ഷാ പ്രക്രിയകളിൽ ബോധ്യപ്പെട്ട് രൂപപ്പെടുക എന്നതാണ് കൂടുതലും ലക്ഷ്യം വയ്ക്കുന്നത്. മൂല്യനിർണ്ണയ രീതിശാസ്ത്രത്തിന്റെ പരിഷ്കരണം അതുപോലെ സമഗ്രമായി നടപ്പാക്കുമെന്ന് ഉറപ്പുവരുത്താൻ ഇവ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ 8 ലക്ഷ്യങ്ങളിൽ 2ാമതായി ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, പഴയ കാലത്ത് ഒരു കൊല്ലത്തെ പഠനത്തിന്റെ വില മുഴുവനും 2 മണിക്കൂറിൽ ഒതുക്കുന്നത് കഷ്ടമായിരുന്നു. പക്ഷേ ഈ അവസാന ഘട്ടത്തിനായി തയ്യാറെടുക്കാൻ ഒരു കൊല്ലം മുഴുവൻ മുന്നിലുണ്ടെന്നും തിരിച്ചു പറയാം. പരീക്ഷയിലെ പ്രകടനത്തെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങൾ പാഠമെടുക്കുന്നതിനിടയിൽ ശ്രദ്ധയളക്കാനായി അധ്യാപകർ ചോദിക്കുന്ന ചോദ്യങ്ങൾ മുതൽ എഴുതാമെന്ന് കരുതി ഒരിക്കലും മുഴുവനാകാതെ വെച്ച് ക്ലാസ് നോട്ടുകൾ ഉൾപ്പെടെയുള്ളവയാണ്. അവസാന പരീക്ഷകൾക്ക് എത്രത്തോളം തയ്യാറായി കഴിഞ്ഞെന്ന് സ്വയം വിലയിരുത്തൽ കിട്ടുന്ന ഒരവസരമാണ് ശരിക്കും മാതൃപരീക്ഷകൾ എന്നത്. മുഴുവൻ പാഠങ്ങൾ, നിശ്ചിത സമയം, ഓർമ്മശക്തി, ഏകീകൃത ചോദ്യപേപ്പർ എന്നിങ്ങനെ പൊതുപരീക്ഷയുടെ പൂർണ്ണ പരിചയം നൽകുന്ന മാതൃപരീക്ഷകളെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വലിയ പ്രാധാന്യത്തോടെ കാണേണ്ടത് വളരെ അത്യാവശ്യമാണ്. ക്ലാസ് ടെസ്റ്റുകൾ ഉൾപ്പെടെ ഉത്തരം എഴുതുന്നതിന് പരിശീലനമാകുന്ന മുൻകാല പരീക്ഷകളെ അവഗണിക്കുന്നത് പല കുട്ടികൾക്കും പൊതുപരീക്ഷ പ്രശ്നമാകുന്നതിൻ്റെ കാരണങ്ങളിൽ ഒന്നുകൂടിയാണ്. തെറ്റുകളും കുറവുകളും തിരിച്ചറിയുമ്പോൾ പരിഭ്രാന്തരാകാതെ ഇനിയുള്ള സമയത്തെ ദൃഢനിശ്ചയത്തോടെ ചിട്ടയായി ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഏറ്റവും അത്യാവശ്യം. 16 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഈ പ്രാവശ്യം കേരളത്തിൽ പൊതുപരീക്ഷകൾക്ക് പ്രധാനമായും തയ്യാറെടുക്കുന്നത്. ഇതിൽ 11 ലക്ഷത്തോളം ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളും അതിൽ 4 ലക്ഷത്തോളം SSLC വിദ്യാർത്ഥികളുമാണ് ഉൾപ്പെടുന്നത്. മാത്രമല്ല, 2.25 ലക്ഷത്തോളം ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ ഇംപ്രൂവ്മെന്റ് പരീക്ഷയും എഴുതുന്നുണ്ട്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 1-ാം വർഷ ഇംപ്രൂവ്മെന്റ് പരീക്ഷയും 2-ാം വർഷ പരീക്ഷയും ഇടകലർന്നുള്ള ടൈം ടേബിളാണ് ഹയർ സെക്കൻഡറിയിലുള്ളത്. പരീക്ഷാക്കാലത്ത് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ആവശ്യമായ സഹായങ്ങളുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പിന്തുണാ സംവിധാനങ്ങൾ വളരെയധികം സജീവമാണ്. ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസെന്റ് കൗൺസിലിംഗ് സെല്ലിന്റെ നേതൃത്വത്തിൽ വി ഹെൽപ്പ് എന്ന ടോൾ ഫ്രീ ടെലിഫോൺ സഹായ കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നത്, പരീക്ഷാക്കാലത്ത് പല വീടുകളിലും യുദ്ധസമാനമായ സാഹചര്യമായിരിക്കും നിലനിൽക്കുക. അമിത പ്രതീക്ഷ, അനാവശ്യ താരതമ്യങ്ങൾ, പട്ടാള ചിട്ടകൾ, അതുപോലെ തന്നെ കുറ്റവിചാരണകൾ എന്നിങ്ങനെ രക്ഷിതാക്കൾ തന്നെ കുട്ടികളുടെ മാനസിക സമ്മർദ്ദം വലിയ രീതിയിൽ കൂട്ടുന്നുണ്ട്. പ്രാപ്തികളും പരിമിതികളും മനസ്സിലാക്കുകയും അതുപോലെ അവരെക്കൊണ്ട് കഴിയുന്ന നേട്ടത്തിലേക്ക് എത്തിക്കുവാനുമാണ് അച്ഛനമ്മമാർ കൂടുതൽ ശ്രമിക്കേണ്ടത്. അതുപോലെ മദ്യപാനം, കുടുംബ വഴക്ക് ഇങ്ങനെ സംഘർഷം നിറഞ്ഞ ഗാർഹിക സാഹചര്യങ്ങൾ കുട്ടികളിൽ വലിയ പ്രത്യാഘാതങ്ങളാണ് യഥാർത്ഥത്തിൽ സൃഷ്ടിക്കുന്നത്. മതിയായ ഉറക്കവും അതുപോലെ ആരോഗ്യകരമായ ഭക്ഷണവും ഉറപ്പുവരുത്തേണ്ടത് പ്രധാനമാണ്. 10 പാസ്സാവുക എന്നത് ഒരു പഴഞ്ചൊല്ല് പോലെ ജീവിതഗതിയുടെ അടിത്തറയും കേന്ദ്രവുമായ ഒരു കാലം നിലനിന്നിരുന്നു. 10 വരെ എത്തുക എന്നത് തന്നെ ശരിക്കും വിജയമായിരുന്നു അന്നൊക്കെ. അടിസ്ഥാന വിദ്യാഭ്യാസം നേടിയ നമ്മുടെ തലമുറകളാണ് അറിവിൻ്റെയും ജനാധിപത്യ ചിന്തയുടെയും ജീവിത നിലവാരത്തിൻ്റെയും കേരള മാതൃക യഥാർത്ഥത്തിലായത്.
ജ്ഞാനസമൂഹ സൃഷ്ടിയിലേക്ക് കുതിക്കുന്ന കേരളത്തിൻ്റെ പുതുതലമുറയുടെ ഈ പരീക്ഷാകാലവും ശുഭപ്രതീക്ഷകളാൽ നിറയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കരുതലും ശക്തമായ പിന്തുണയുമായി അച്ഛനമ്മമാരും അധ്യാപകരും പരീക്ഷാ സംവിധാനങ്ങളും കുട്ടികൾക്കൊപ്പം നിൽക്കുക.